മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് കനത്ത സുരക്ഷ. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന 26 ബൂത്തുകളിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തും. പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളും ഉൾപ്പെടെ 11 കമ്പനി സേനയെ ജില്ലയിൽ വിന്യസിക്കും. തിരുനെല്ലിയിൽ മാവോയിസ്റ്റുകൾ പരസ്യമായി രംഗത്തിറങ്ങിയ പശ്ചാത്തലത്തിലാണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തുന്നത്. ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി നേരിട്ട് ജില്ലയിലെത്തി സുരക്ഷാ സജ്ജീകരണങ്ങൾ വിലയിരുത്തി. 11 DYSPമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കുന്നത്. ജില്ലയിലെ 847 ബൂത്തുകളെ പ്രത്യേകം വിലയിരുത്തിയാണ് പ്രശ്നബാധിത പ്രദേശങ്ങൾ കണ്ടെത്തിയത്. നക്സൽ ഭീഷണിയുള്ള 26 ബൂത്തുകളിലാണ് അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാവുക. ഈ ബൂത്തുകൾ പൂർണ്ണമായും ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരിക്കും. ഏതെങ്കിലും സ്ഥലത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന 90 പട്രോളിംഗ് സംഘങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ പൂർണ്ണ സജ്ജരായി നിലയുറപ്പിക്കും. ജില്ലയിലെ പോലീസ് സേനയ്ക്ക് പുറമെ കർണാടക പോലീസിന്റെ 1 കമ്പനിയും എറണാകുളത്ത് നിന്ന് 4 കമ്പനിയും തണ്ടർബോൾട്ടും ആന്റി നക്സൽ സ്ക്വാഡും ജില്ലയിൽ സുരക്ഷ ഒരുക്കാൻ രംഗത്തുണ്ടാകും. കഴിഞ്ഞ 27 രാത്രിയാണ് ഏറെ നാളുകൾക്ക് ശേഷം വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചത്. സന്ധ്യാസമയത്ത് തിരുനെല്ലിയിലെ ജനവാസ മേഖലകളിലെത്തിയ സായുധ സംഘം ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും പോസ്റ്ററുകൾ പതിക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടർ, വയനാട്.